KPC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ആരൊക്കെ ഇരുന്നാണ് അല്ലേ? ആരൊക്കെ ഇരുന്നാണ്? ഒരു KPC പ്രസിഡന്റ് വിശ്വസിക്കുകയാണ് ഒരു കൈയുടെ രൂപം വന്നാല്, കൈയുടെ രൂപം കെ സുധാകരൻ പറയാ, രാജ്ഭവൻ ഉണ്ണിത്താൻ MP ആണ് കൈയുടെ രൂപം എടുത്തു കൊടുക്കുന്നത്. പറയാണ് അതിനുശേഷം എന്റെ കൈ അങ്ങോട്ട് ശരിയാവുന്നില്ല, അത് തളർന്നു പോയ പോലെ ഉണ്ടെന്നാണ്. കാലിന്റെ രൂപം എടുക്കുമ്പോൾ പറയാണ് വലത്തേക്കാൽ മുമ്പോട്ട് നോക്കുമ്പോൾ ഇടത്തേക്കാൽ പിമ്പോട്ട് പോവാണ്. തലയുടെ രൂപം എടുക്കുമ്പോൾ പറയാണ് എന്റെ തല പോകാത്ത ഭാഗ്യം. എടാ സുധാകരൻ, നീയല്ലേ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ കേരളത്തിലെ CPM-കാർ നിന്റെ പിന്നാലെ നടക്കണം. നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നിന്റെ പിന്നിൽ നടക്കുന്നത്. ഈ കൂടോത്രം തെളിച്ച് കൂടോത്രത്തിന് വിശ്വാസം വന്നു. എനിക്ക് കൂടോത്രത്തിന് വിശ്വാസം വന്നു. കാരണം സുധാകരൻ തന്നെ പറയല്ലേ, സുധാകരന്റെ നാവ് കൊണ്ട് തന്നെ പറയല്ലേ, ഈ കൂടോത്രം പറയിപ്പിച്ചില്ലേ. സുധാകരന്റെ തലയെടുക്കാൻ വേണ്ടി സുധാകരന്റെ പാർട്ടിക്കാർ സുധാകരന്റെ പിന്നാലെ നടക്കാണ് എന്ന്. എന്തൊരു ജാള്യതയാണ്. ഈ പെയിന്റ് അടിച്ച മുട്ടയില്ലേ, പെയിന്റ് അടിച്ച മുട്ട, അത് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും ഇന്ദിരാഭവനിലെ സുധാകരന്റെ കസേരന്റെ അടിയിൽ മാത്രമല്ല വിമാനം പിടിച്ച് ഡൽഹിയിൽ പോയിരിക്കുകയാണ്. പെയിന്റ് അടിച്ച മുട്ട. കസ്റ്റംസുകാർ എന്ത് വിചാരിച്ചിട്ടില്ല, ഇതെന്താ സാധനം വിചാരിച്ചിട്ടുണ്ടാവില്ലേ? പെയിന്റ് അടിച്ച മുട്ട ഡൽഹിയിൽ പോവാ. എന്തിനാണെന്നറിയോ? സുധാകരന്റെ ക്വാർട്ടേഴ്സിൽ. ആർക്കും ഒരു സംശയമില്ല കേട്ടോ അത് ആര് ചെയ്തു എന്നുള്ളത്. BJP-ക്കാർ ചെയ്തു എന്ന് പോലും ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല. അത് നമ്മളെ പാർട്ടിക്കാർ തന്നെ എന്ന് അവർ ഉറപ്പിച്ചു, അവർ തമ്മിൽ തീർപ്പാക്കി. അപ്പൊ മുൻ KPC പ്രസിഡന്റ് VM സുധീരൻ പറയാം, എന്റെ വീട്ടിലെ 8 തവണ ഞാനിത് കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. ഇതാണ് ആ പാർട്ടി. പരസ്പരം കൂട്ടി അഭിസംബോധന ചെയ്യുന്ന, സകല വർഗീയ കക്ഷികളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന, മഞ്ഞ പത്രക്കാരെയും നീലപത്രക്കാരെയും ഒപ്പം കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട വർഗമായി UDF-ന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാസഖ്യം മാറി എന്ന് പറയാൻ ജാള്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.